ഇപ്പോൾ നിൽക്കുന്നത് വാവര് പള്ളിയുടെ മുമ്പിലാണ്. ബാബർ എന്നാണ് ആ മുസ്ലിം സുഹൃത്തിന്റെ, അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തിന്റെ പേര്. വായ് ലോപിക്കുന്നതാണ്. മഹാബലി മാവേലി ആകുന്നത് പോലെ, മഹാബലിക്കര മാവേലിക്കര ആകുന്നത് പോലെ ബാബർ വാവരായി ലോപിക്കുകയാണ്. നിങ്ങൾക്ക് പുറകിൽ കേൾക്കാൻ കഴിയുന്നത് പേട്ടതുള്ളലിന്റെ ആരവങ്ങളാണ്. അയ്യപ്പൻ ഉദയനെ യുദ്ധത്തിന് പോകുമ്പോൾ കൊച്ചുകടുത്ത വലിയകടുത്ത സ്വാമികളുടെ നേതൃത്വത്തിൽ, ബാബർ സ്വാമിയുടെ നേതൃത്വത്തിൽ നായർ പടയും ബാബർ സ്വാമിയുടെ കൂടെയുള്ള പടയും ഉദയനെ തോൽപ്പിക്കാൻ പോകുന്ന ഇവിടെ നിന്നാണ്. ആ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ പട്ടാളം ഹരഹര മഹാദേവെന്നോ ജയ് കാളിമാന്നോ ഭാരത് മാതാ കി ജയ്ന്നോ നാരായ തക്ബീർ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ആവേശം ജനിപ്പിക്കാനായി, ഊർജം ജനിപ്പിക്കാനായി അവർ പണ്ട് ചെയ്താണ് പേട്ടതുള്ളൽ. ഇന്നും ആ ഓർമ്മയിൽ ഇവിടുത്തെ ആൾക്കാർ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും ആ ഓർമ്മയിൽ പേട്ടതുള്ളുന്നു. ഇതാണ് മനോഹരമായി. ഒരുപക്ഷെ എരുമേലിയുടെ വിഹായസിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് അമ്പലത്തിനേക്കാൾ ഏറെ പള്ളിയുടേതാണ്. ഇന്നും ഭാരതത്തിൽ മറ്റെവിടെയും കാണാൻ കഴിയാത്തത്ര മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമായി ഇത് തുടരുന്നു. വാവര് പള്ളിയുടെ തൊട്ടടുത്താണ് അയ്യപ്പസ്വാമിയുടെ അമ്പലം. അവിടെ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് വിഗ്രഹാരാധന ഷിർക്ക് ആയതുകൊണ്ട്, നിഷിദ്ധമായതുകൊണ്ട് ബാബർ എന്ന പേര് മാത്രം എഴുതി വെച്ച് അദൃശ്യതയെ നോക്കി, അനന്തതയെ നോക്കി തൊഴുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ, പരസ്പരം മതങ്ങൾ കടന്നു കയറാതെ ബഹുമാനിച്ച് നിലനിൽക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഭാരതത്തിലെ മറ്റേത് സ്ഥലത്തിനും ഉദാഹരണം എന്ന രീതിയിൽ നമുക്ക് കാണിക്കാനായി എരുമേലിയും വാവര് പള്ളിയും അയ്യപ്പന്റെ അമ്പലവും ഒക്കെ നിലകൊള്ളുന്നു. വാവരുപള്ളിയിൽ നിന്നും പേട്ടതുള്ളി ഉറഞ്ഞ് ഇനിയുള്ള യാത്ര വലിയമ്പലത്തിലേക്കാണ്. പുരാണവും ചരിത്രവും ഇവിടെ പരസ്പരം സന്ധി ചെയ്തുകൊണ്ട് ഈ താളക്കൊഴുപ്പിൽ ആടിത്തിമിർക്കുകയാണ്. എരുമേലിയുടെ തിരക്കേറിയ വീഥികളെ കൈയടക്കിയുള്ള പേട്ടതുള്ളൽ ഇവിടെ സർവ്വസാധാരണമാണെങ്കിലും അയ്യപ്പനും സംഘവും നടത്തിയ പേട്ടതുള്ളലിനെ അനുസ്മരിപ്പിക്കുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലിനാണ് ഇന്നും പ്രാധാന്യം. ധനുമാസം 27-നാണ് പ്രസിദ്ധമായ അമ്പലപ്പുഴ പേട്ട. എരുമേലിൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന, ധനുമാസം 27-ാം തീയതി ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ആദ്യത്തെ പേട്ട അമ്പലപ്പുഴക്കാരുടെ. 12 മണിയോടുകൂടി അമ്പലപ്പുഴ സംഘം കോട്ടപ്പടി അമ്പലത്തിൽ എത്തിച്ചേരും. ഗരുഡവാഹനം മുകളിൽ കണ്ടതിന് ശേഷം മാത്രമേ അമ്പലപ്പുഴക്കാരുടെ പേട്ട എഴുന്നള്ളിക്കുകയുള്ളൂ. അത് ഞങ്ങളുടെ സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ വിഷ്ണു അമ്പലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴയിലെ പാൽപ്പായസ നിവേദ്യത്തിന് ശേഷം പാൽപ്പായസവും കഴിച്ച് അമ്പലപ്പുഴക്കാരുടെ പേട്ടതുള്ളൽ കാണാൻ ഇന്നും എരുമേലിലെത്തുന്നു എന്നുള്ള ആ സങ്കല്പമാണ്. ബിഷപ്പരപ്പിനെ എരുമേൽ ക്ഷേത്രത്തിന് മുകളിൽ കണ്ടതിന് ശേഷം മാത്രമേ അമ്പലപ്പുഴക്കാരുടെ പേട്ട എഴുന്നള്ളി കോട്ടപ്പടി അമ്പലത്തിൽ നിന്നും തിടമ്പ് പൂജിച്ച് ഈ ആനപ്പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കുള്ളൂ. അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴക്കാർ ആദ്യം പ്രവേശിക്കുന്ന വാവരുടെ പള്ളിയിലാണ്. വാവരും അമ്പലപ്പുഴക്കാരുമായിട്ടുള്ള ആ ദൃഢബന്ധം ഉറപ്പിക്കുന്ന ഒരു ഇതുകൂടെയാണ് എരുമേലിൽ പേട്ട എന്ന് പറയുന്നത്. എരുമേലിൽ പേട്ട, അമ്പലപ്പുഴക്കാരുടെ എരുമേലിൽ പേട്ട എഴുന്നള്ളിച്ച് വാവരുടെ പള്ളിയിലെത്തുമ്പോൾ വാവരുടെ പള്ളിയിൽ ഇന്നും ആ പരമ്പരാഗതമായിട്ട് നടന്നു വന്ന ചന്ദനക്കുട മഹോത്സവന്മാർ തന്നെ എല്ലാ അയ്യപ്പന്മാരെയും ചന്ദനം പൂശി ചന്ദനം തളിച്ച് സ്വീകരിച്ച് അവരുടെ പള്ളിക്ക് വലം വെച്ച് കാണിക്കുകയും അർപ്പിച്ചിട്ടാണ് അമ്പലപ്പുഴക്കാർ ഇന്നും പോരുന്നത്. എന്നാൽ ഈ ആലങ്ങാടുകാർക്കൊരു പ്രത്യേകത ഉണ്ട്. ആലങ്ങാടുകാർ ഈ വാവരുടെ പള്ളിയിൽ പോകാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്പര്യവും ചരിത്രവും എന്ന് പറഞ്ഞാൽ, ഈ അമ്പലപ്പുഴക്കാർ വാവരും ഒന്നിച്ച് ശബരിമലയ്ക്ക് പോകുന്നുവെന്നും പിന്നെ അവിടെ വാവരില്ല എന്നും, അതുകൊണ്ട് ആലങ്ങാടുകാർ അവിടെ പോകുന്നില്ല എന്നും. അതെ, പിന്നെ ആലങ്ങാടുകാർ പന്തളത്തിരാജനോ അകമ്പടി സേവിച്ച് വന്നവരായതുകൊണ്ട് വാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. ആ ഒരു പാരമ്പര്യത്തിലാണ് അമ്പലപ്പുഴക്കാർ മാത്രമാണ്